ഇസ്രായേലിലെ ഒരു ചെറിയൊരു പാർക്കാണ്, ഒരു മിനി പാർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം മിനി പാർക്കും എല്ലാ ഭാഗത്തേക്കും പോകുന്ന ബസ്സുകളെല്ലാം നിർത്തുന്നൊരു ബസ് സ്റ്റേഷൻ പോലത്തെ ഒരു സംഭവമാണ് മിനി പാർക്ക്. ഇന്നിപ്പോൾ എന്തോ ന്യൂ ഇയറിൻ്റേതായിട്ടുള്ള എന്തോ വൈകുന്നേരം എന്തോ പരിപാടി ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടത് ഇങ്ങനെ തുറന്നിട്ട് എന്തോ ഒരു ഇതൊക്കെ ഷർട്ടൊക്കെ കെട്ടി മൈക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ? നമുക്കിപ്പോൾ സൂക്കിലേക്ക് പോകുന്ന കാണിച്ചു തരാമേ. ഇപ്പോൾ ഒരു സൂക്കെത്തും, അവിടെ ഒരു മലയാളി മാർക്കറ്റൊക്കെ ഉണ്ട്. മലയാളി മാർക്കറ്റില്ല, കടകൾ ഒരുപാടുണ്ട്. അതിനകത്ത് മലയാളികളുടെ സാധനം കിട്ടുന്നതായിട്ട് ഒരു കടയുണ്ട്. ആ കടയെല്ലാം കാണിച്ചു തരാം. എല്ലാം മാർക്കറ്റാണ്. വലിയ ഷോപ്പിംഗ് മാളുകൾ, വലിയ ഷോപ്പിംഗ് മാളുകളാണ്. ഇസ്രായേലിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരണ്ടേ? നിങ്ങളോർക്കില്ല ഇസ്രായേലൊന്നും അല്ലെന്ന്. അത് ഷോപ്പിംഗ് മാളുകളാണ്. ഇവിടെയാണ് ഇസ്രായേൽ മാർക്കറ്റുള്ളത്. സൂക്ക്, ഇവിടെ പറയുന്നതാണ് സൂക്ക് മാർക്കറ്റിന്. ഇതാണ് സൂക്ക് കേട്ടോ. ഇങ്ങനെ സൂക്ക്, ഇതിൻ്റെ സൂക്കിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കയറി പോകണം. ഇതിൻ്റെ നമ്മുടെ സൂക്ക് സാധനങ്ങൾ കിട്ടുന്ന കട അപ്പുറം സൈഡാണ്. നല്ല മീൻ കട, മീൻ കിട്ടുന്ന കട. പക്ഷേ ഇത് നമ്മുടെ ഒന്നുമില്ല, മറ്റേ ആ മഞ്ഞ കളറുള്ളത് മറ്റേ സാൽമ, അത് നമ്മുടെ മീനല്ല. നമ്മൾ കഴിക്കുന്ന കൂട്ട് മീനൊന്നുമല്ല. സൂക്ക് ഇതാണ് നമ്മൾ സൂക്കിൻ്റെ ഉള്ളിലോട്ട് സൂക്കിലോട്ട് കയറുന്നത്. ഇതൊരു ഫ്രൂട്ട്സിൻ്റെ കടയാണിത്. പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ, വലിയ എന്താ പറയുക, ഒരു കിലോ കണക്കിനുള്ള അനാറുകളാണ്. കമ്പിളി നാരങ്ങ, ഇത്ര വലിയ അനാറാണ്. കമ്പിളി നാരങ്ങ, അവക്കാഡ, ഓറഞ്ച്, എല്ലാ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് അത്. ഫ്രൂട്ട്സിൻ്റെ കടകൾ. ഇപ്പം നമ്മുടെ ഒരു ഇന്ത്യൻ സാധനം കിട്ടുന്നൊരു കടയുണ്ട്, കുറേ അങ്ങോട്ട് പോകണം, ഉള്ളിലോട്ട് കയറിപ്പോണം. ഞങ്ങൾ കാണിച്ചു തരാം. ഈ പഴമാണ് ഇവിടെ അധികം ഉള്ളത്. ഈ പഴം ഇവിടെ അധികമുള്ള പഴം ഇതാണ്, റോബസ്റ്റ പഴം. ഇതിവിടെ ഒരുപാട് കൃഷിയുണ്ട് റോബസ്റ്റ പഴത്തിൻ്റെ. പിന്നെ ആപ്പിള്, മുന്തിരി, എല്ലാ സാധനങ്ങളും. മറ്റേ ഇത്
കാപ്സിക്കം, വലിയ കാപ്സിക്കം. ഇത് ഇതുണ്ട്, ആപ്പിളുണ്ട്, മഞ്ഞ കളർ ആപ്പിള്, ഓറഞ്ചൊക്കെ ഓറഞ്ച്, സവോള, നമ്മുടേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ നമ്മുടേതായിട്ട് മെയിനായിട്ട് സാധനം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കടയിൽ മാത്രമേ ഈ മട്ടയരി, നമ്മുടെ പുഴുങ്ങലരി, അങ്ങനത്തെ സാധനങ്ങളുള്ളൂ. മട്ടയരി പുഴുങ്ങലരിയൊക്കെ അങ്ങനത്തെ വരുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും ബാക്കിയുള്ള പച്ചക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ എല്ലാ കടകളിലും ഉണ്ട്. പക്ഷേ ഈ അരി, ചിക്കൻ മസാല, ബീഫ് മസാല, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു കടയിലേ വരുന്നുള്ളൂ. ആ ഒരു കടയാണ് നമ്മൾ കാണുന്നത്. അതെ, നമ്മുടെ ഈ കർണാടകത്തിലെ പോലെ ഇവിടെ ചിക്കനൊക്കെ രോമെല്ലാം കളഞ്ഞിങ്ങനെ വെക്കും. അതെ, പിന്നെ ചിക്കൻ നമുക്ക് പറയുന്ന ഭാഗത്തെ ഇറച്ചി എടുത്ത് തരും. ഭയങ്കര പൈസയാണ് ഇവിടെ. 1 കിലോ ചിക്കന് 10-30 ഷെക്കലാവും, 30-40 ഷെക്കലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഭയങ്കര പൈസയാണ് ഇവിടെ. വെജിറ്റബിൾ കട ഉണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ നിന്ന് ഇപ്പോൾ പറിച്ചെടുത്തിട്ട് വന്നിട്ട് വെച്ചോക്കും പോലെയാണ് വെക്കുന്നത്. ഇവിടെയൊക്കെ ഉരുളക്കിഴങ്ങ് കൃഷിയുണ്ട്, ഒരുപാടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇവിടെ വെക്കുന്ന അധികം സാധനം ഇങ്ങോട്ടൊന്നും ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ എല്ലാ സാധനവും ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ വിൽക്കുന്നതാണ് അധികവും. ബാക്കി ഇവിടുന്ന് കയറ്റി വിടും. മൊത്തം പോകുന്നത് അമേരിക്കയിലേക്കാണ്. നമ്മുടെ മധുരക്കിഴങ്ങാണ്. ഇത് കപ്പ പോലത്തെ മധുരക്കിഴങ്ങ് ഫ്രൂട്ട്സ്. ഇതൊരു എന്താ പറയുക, ഇതൊരു ചൈനാപ്ലം എന്ന് പറഞ്ഞൊരു പഴമാണ്. ഇതിപ്പോൾ കേടായിപ്പോയി, നശിച്ചു പോയി, കുറേ ദിവസം ആയതാണെന്ന് തോന്നുന്നു. സാധനം മധുരക്കിഴങ്ങിൻ്റെ ചെറുത് അവിടെ കണ്ടത്, വണ്ണമുള്ളത്. ഇത് വണ്ണം കുറഞ്ഞ ചെറുത്. പിന്നെ ഓറഞ്ച്, ചെറുനാരങ്ങ. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇതൊരു വെറൈറ്റി ആണ്. ഇതൊരു വെറൈറ്റിയാണ്. ഇതൊരു കായും ഉണ്ട്. ഇതൊരു ബീട്രൂട്ട് പോലത്തെ സാധനം. കായും ഉണ്ട്, ചപ്പും ഉണ്ട്. എന്താണെന്ന് അറിയില്ല. പിന്നെ കാപ്സിക്കം, കാബേജ്, ഓറഞ്ച്, കോളിഫ്ലവർ, വഴുതനങ്ങ. ഇതൊന്നും അറിയാം. ഇതിൻ്റെ ഒരു 4 ഇരട്ടി വലിപ്പം ഉണ്ടാകും വഴുതനയ്ക്ക്. ഈ കാണുന്നത് നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ ഒരു വേറെ വകഭേദമാണ്. ഇതിൻ്റെ പേര് സ്ലീക്ക് എന്നാണ്. സ്ലീക്ക്. ഇത് ഞാൻ നിൽക്കുന്ന കമ്പനിയുടെ അടുത്ത് ഒരു തോട്ടമുണ്ട് സ്ലീക്കിൻ്റെ. പിന്നെ നമ്മൾ കക്കിരി. ഇത് കക്കിരി ചെറുത്, കക്കിരി വലുത്. തക്കാളി ഉണ്ടോ? കൈ കൊള്ളൂല, അത്രമാത്രം ഉണ്ട് തക്കാളി, കാപ്സിക്കം, ഓരോരോ സാധനങ്ങൾ. അതിന് മറ്റേ ആ കുപ്പിക്കകത്തിട്ട് വെച്ചിരിക്കുന്നത് ഒലിവിൻ്റെ കായാണ്. അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അത് നമ്മൾ മാങ്ങയില ഉപ്പിലിട്ട് വെക്കും പോലെ, നാരങ്ങയില ഉപ്പിലിട്ട് വെക്കും പോലെ ആ കുപ്പിക്കകത്ത് ഒലിവിൻ്റെ കായ ഉപ്പിലിട്ട് വെച്ചേക്കുന്നതാണ്. പിന്നെ പാലൊക്കെ ഉണ്ട്, ഉള്ളിത്തണ്ടുണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. പൈനാപ്പിള്, അവക്കാഡ. ഇത് പീച്ചാണ്, പീച്ച്. ഒരു തരം പീച്ച് പ്ലമ്മാണ് ഫ്രൂട്ട്സ്. നമുക്ക് നമ്മുടെ നാട്ടിലെ പച്ചമുളക് ഇവിടെ അധികം ഒരുപാട് സ്ഥലത്ത് കാണാനില്ല, ഒരു കടയിലും കാണാനില്ല. പകരം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കാപ്സിക്കം പോലെ വജിമുളക് പോലത്തെ ഈ മുളകാണ് പച്ചമുളകിന് പകരം ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളൊക്കെ താമസിക്കുന്നിടത്ത് നമ്മൾ തൈ നട്ടു വളർത്തി ഇപ്പോൾ അത് മുളകായതുകൊണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇത് അവക്കാഡോയാണ് കേട്ടോ. നേരത്തെ കണ്ടോ പച്ച കളറ്, മറ്റേതൊരു വേറൊരു വെറൈറ്റി അവക്കാഡോ. ഇവിടെ 3-4 തരം ഐറ്റം ഉണ്ട്. ബീട്രൂട്ട്. ഇതുണ്ടോ, ഇതെല്ലാം മീറ്റിൻ്റെ കടയാണ്. പന്നിയുണ്ട്, ചിക്കനുണ്ട്, എല്ലാ ഐറ്റം. പന്നിയൊക്കെ നല്ല തൂണ്ടം പീസ് കിട്ടുള്ളൂ.
ഇതിന് അപ്പുറത്താണ് താമസിച്ചത്. ഏകദേശം മാർക്കറ്റ് അപ്പർ സൈഡിലേക്കുണ്ട്. അധികം ഈ വീഡിയോ ഇങ്ങനെ അധികം വലിച്ചു നീട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ നിർത്തുവാണ് ഞാൻ. മറ്റേ നമ്മുടെ മലയാളി കടയോടെ കാണിച്ചിട്ട് നിർത്തുവാണ്. ഇത് ഇവിടെ താഴെ ഇത് തന്നെയാണ്, ഇവിടെ തന്നെയാന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു മലയാളി കട. ഞാൻ ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ അധികം സാധനങ്ങൾ മേടിക്കുന്നത് ഒറ്റ ട്രിപ്പ് പോയി 2-3 മാസത്തേക്ക് ഒരുമിച്ച് ടെല്ലവീവ് പോയിട്ട് മേടിക്കുക. ടെല്ലവീവിലേക്ക് ഇവിടുന്നൊരു 3 മണിക്കൂർ ബസ് യാത്രയുണ്ട്. ഞാൻ സൂക്കിൽ കയറി കാണിച്ചു ഒരു നോക്കട്ടെ. ഇത് തന്നെയാണ് മറ്റേ നമ്മുടെ ഇന്ത്യൻ ഷോപ്പ് കേട്ടോ. ഇതാണ് ഇന്ത്യൻ ഷോപ്പ്. ഇവിടുത്തെ തിവേരിയസിലെ ഇന്ത്യൻ ഷോപ്പാണിത്. നമ്മുടെ എന്ത് സാധനവും ഇവിടെ കിട്ടും. കേരളത്തിൻ്റെ എല്ലാ ഐറ്റം സാധനവും ഇവിടെ കിട്ടും. ഇതാണ് ഇന്ത്യൻ ഷോപ്പ്. കേരളത്തിലെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്ന നമുക്ക്. മലയാളികളെല്ലാം ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ കൂടെ ഉള്ളവരാണ്, നമ്മുടെ കൂടെ വന്നവർ തന്നെ വരുന്നുണ്ട്. 3-4 പേര് സാധനം മേടിക്കാനായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ അല്ല. ഇതാ ഗോതമ്പ്. ഗോതമ്പ് ഗോതമ്പ് ചെറുതുണ്ട്. മുത്താറി ഒരു മലയാളി ചേച്ചി ഉണ്ട് ഇവിടെ. മലയാളി ചേച്ചി വയനാട്ടിലുള്ള. മറ്റേ കടല കണ്ടോ, നമ്മുടെ നെൽക്കടല. എന്നാ വലിപ്പമുള്ള എത്ര മോഡലുണ്ട് ചോദിക്കണേ. നെൽക്കടല ഒരു മോഡല്. നെൽക്കടല വേറെ എന്താ ഇതൊക്കെ ഗോതമ്പ്, വണ്ണം കൂടിയ ഗോതമ്പ്. ഇതെന്താ സാധനം ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് മുളം കുരുവാണ് കേട്ടോ. അല്ല, മുള്ളരിയുടെ മുള്ളരി അല്ല, വെള്ളരി. എന്താന്നപ്പോൾ നമ്മൾ കുമ്പളങ്ങാക്കുരു. കുമ്പളങ്ങാക്കുരു കേട്ടോ. ഇത് ഇവിടെ ആയിട്ട് വറുത്തേക്കുന്ന കുമ്പളങ്ങാക്കുരു. ഇതങ്ങനെ ഓരോ സീഡാണ് വറുത്തേക്കുന്നത്. സീഡ് ഇത് സൂര്യകാന്തിൻ്റെ സീഡ്. നമ്മുടേതായിട്ടുള്ള അരിയും കാര്യങ്ങളും ഇപ്പർ സൈഡ്. അരി ഇതാ നമ്മുടെ നെൽക്കടല, നെൽക്കടല, വൺപയർ, പട്ടാണിക്കടല. ചേച്ചിനോട് ചേച്ചി നമ്പർ വല്ലതും പഠിച്ചു ചേച്ചിയുടെ? പട്ടാണി, ചെറുപയർ, വൺപയർ, നെൽക്കടല. ഇതൊരു വൺപയർ, കടല. മക്രോണി, മറ്റേ ഒരു മറ്റേ ഞുർക്കരി, ഇതൊരു ഗോതമ്പിൻ്റെ ഞുർക്കരി.
ഇത് നമ്മുടെ ബിരിയാണി അരി, ബിരിയാണി റൈസ്, പരിപ്പ്, അതും ഒരു ബിരിയാണി അരിയാണ്. ഇതും ഒരു ബിരിയാണി അരിയാണ്. എടാ മട്ടേരിയില്ല, ലാൽക്കോയില്ലയോ? ഏത് ഇതോ? അത്ര 60 രൂപയോ? ഇതേതാ? ജാസ്മിൻ റൈസാ? തായ്ലാൻഡ്. തായ്ലാൻഡ് റൈസാ. എടാ ഇത് ഓ ഇത് നമ്മുടെ മറ്റേ മട്ടേരി. ഇത് നമ്മുടെ മട്ടേരി. മട്ട നമ്മുടെ മട്ടേരി, നമ്മുടെ മട്ടേരിയാണ്. അതേ ഉള്ളൂ, വേറെ ഇല്ല. ഓക്കെ, നമ്മളിത് വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണ്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഒരുപാട് സമയമായി. ഓക്കെ.